നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഗസയിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചു. ഭക്ഷണ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് പുറത്തു വരുന്ന സമയത്ത് 44,000 പേർക്ക് ഭക്ഷണ വിതരണം നൽകി എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വെടിവെപ്പിൽ 36 പലസ്തീനികൾ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നു. യുഎഇയും ജോർദാനും അടക്കമുള്ള യുഎഇയും ജോർദാനും ഈ രണ്ട് രാജ്യങ്ങളും എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു. 17 ടണ്ണ് അങ്ങനെ വിതരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ 10 മണി മുതൽ 8 മണി വരെയാണ് ഇതിൻ്റെ യുദ്ധവിരാമവും അതോടനുബന്ധിച്ച് വാഹനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകിയത്. ഇത് പ്രകാരം 60 ട്രക്കുകൾ പ്രവേശിച്ചിട്ടുണ്ട്. 100 എണ്ണമെങ്കിലും വേണമെന്ന് ആദ്യം തന്നെ കണക്ക് പറഞ്ഞിരുന്നു. പക്ഷേ 60 എണ്ണത്തിന് വിടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതോടുകൂടി റഫ അതിർത്തി ഇസ്രായേൽ അടച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വന്നത്. സ്പെയിൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 12 ടണ്ണ് എയർ ഡ്രോപ്പ് ചെയ്തും കണ്ട് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസമോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ എന്നുള്ളത് ഇതിനെക്കുറിച്ചൊരു ലിസ്റ്റ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇസ്രായേലിൻ്റെ അനുമതിയോടുകൂടി അങ്ങനെ ചെയ്യുമെന്ന് ജർമ്മനിയും പറഞ്ഞിട്ടുണ്ട്. ജോർദാനുമായി സഹകരിച്ചുകൊണ്ട് ഭക്ഷണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ഥിരമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഭക്ഷണ വിതരണം നടത്താനുള്ള ഒരു സംവിധാനങ്ങൾ ഇപ്പോഴും ആയിട്ടില്ല. ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളുടെ എതിർപ്പ് മൂലമാണ് ഇത്രയെങ്കിലും ഇസ്രായേൽ സമ്മതിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സത്യമാണ്.